രവിചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ രാജ്യസഭയിലും അതോടൊപ്പം തന്നെ നിയമസഭയിലൊക്കെ ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില പരാമർശങ്ങൾ ഈ ഘടകകക്ഷികൾക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള അവമതിപ്പൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു കറുത്ത ഏടായിട്ടാണ് എല്ലാവരും പരിഗണിക്കുന്നത്. അതിനെ തള്ളിപ്പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുമോ? അങ്ങനെ തയ്യാറാകാത്ത രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയാണ് ഭരണഘടനയുടെ മഹത്വത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പറ്റുക എന്നാണ് പല കോണുകളിൽ നിന്നും ചർച്ച വരുന്നത്. യഥാർത്ഥത്തിൽ ഇന്ദിര പിന്തുടർന്ന ഒരു മാതൃക പിന്നീട് വന്ന പല നേതാക്കന്മാരും തുടരുന്നുമുണ്ടോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ചേട്ടൻ എന്താണ് ഇതിൽ അഭിപ്രായം? തീർച്ചയായിട്ടും ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഈ ഇന്ത്യ ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമാണ്. എനിക്ക് തോന്നുന്നത് അത് രാഷ്ട്രീയത്തിലുപരിയായിട്ട് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വളരെ ജനവിരുദ്ധവും നിഷേധാത്മകവുമായിട്ടുള്ള ഒരു അഹന്തയിൽ നിന്നുണ്ടായ ഒരു തീരുമാനം. തീർച്ചയായിട്ടും അതിൻ്റെ ഇരയായി തീർന്നിട്ടുണ്ട് ഇന്ത്യൻ സമൂഹം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് അത്തരം ഒരു നയം ഉണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. ഭരണഘടന വിരുദ്ധമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോ ഒരു നയമോ ഒന്നും അവർക്കുണ്ടോ എനിക്ക് തോന്നുന്നില്ല. ഭരണഘടനയ്ക്ക് വിധേയപ്പെട്ട് തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് കോൺഗ്രസ്. പിന്നെ ഈ ഭരണഘടനാപരമായ ചർച്ചയിൽ പങ്കെടുക്കാതിരിക്കുകയും അല്ലെങ്കിൽ പങ്കെടുക്കുമ്പോൾ ആവശ്യമില്ലാത്ത പാർലമെൻ്ററി വിരുദ്ധമായിട്ടുള്ള അതിന് നിരക്കാത്ത അതിൻ്റെ നിലവാരത്തിന് ചേരാത്ത തരത്തിലുള്ള ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് രാഷ്ട്രീയമായ ഒരു പാപ്പരത്വം കൊണ്ടാണ്. അത് ഭരണഘടനയെ അട്ടിമറിക്കുമെന്നും പുതിയൊരു ഭരണഘടന ഈ നിലവിലുള്ള സർക്കാർ കൊണ്ടുവരുമെന്നുള്ള ഒരു തെറ്റായിട്ടുള്ള പ്രചരണം ഇവർ നടത്തുന്നു. അത് വാസ്തവത്തിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് നടത്തുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രചരണം നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ഭരണഘടനയെ തങ്ങൾ മുറുകെ പിടിക്കുന്നു എന്നുള്ള ഒരു ട്രെൻഡ് ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള വളരെ അപക്വമായിട്ടുള്ള ഒരു ശ്രമമാണ് കോൺഗ്രസ് കളിക്കുന്നത്. ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് മറ്റൊരു ഭരണഘടന ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നത് തെറ്റായ ഒരു കാര്യമാണ്. അവരുടെ താല്പര്യങ്ങൾ അതൊന്നുമല്ല, അതിനപ്പുറത്തുള്ള മറ്റ് മുതലാളിത്ത താല്പര്യങ്ങളാണ് അവർക്കുള്ളത്. അല്ലാതെ ഈ പറയുന്ന പോലെ ഭരണഘടനയെ ഒന്നും അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ 2014 ശേഷം ഭരണഘടന തകർക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവമായിട്ടുള്ള ശ്രമം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ വ്യാജമല്ലേ? അത് കേവലമായൊരു ആരോപണം മാത്രം. തീർച്ചയായിട്ടും അതേ ഉള്ളൂ പറയാൻ. അത് പറഞ്ഞ് ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പം കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്ത് യഥാർത്ഥത്തിൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണെന്നുള്ളത് അതിനെ അഭിസംബോധന ചെയ്യാനും അത് പാർലമെൻറ്റിൽ ഉന്നയിക്കാനും ഒന്നുമല്ല അവർ ശ്രമിക്കുന്നത്. ഈ ഭരണഘടന എന്ന് പറയുന്നത് ഏതാണ്ടൊരു വലിയൊരു സംഭവമാണ്. അത് സംരക്ഷിക്കപ്പെടേണ്ടത്, അത് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടുകളെയും എന്ന് പറയുന്ന ഒരു വ്യാജമായ സാധനം ഇങ്ങനെ നറേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് തെറ്റാണ്. അത് നടക്കാൻ പോകുന്നൊരു കാര്യമല്ല. അത് ഈ ഭരണകക്ഷി അത് അങ്ങനെ തിരുത്താനും സാധ്യതയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്. അതിനപ്പുറത്ത് വളരെ വലിയ താല്പര്യങ്ങൾ അവർക്കുണ്ട്. അത് കേവലം മതപരമായ കാര്യങ്ങളൊന്നുമല്ല, അതിനപ്പുറത്തുള്ള മറ്റ് താല്പര്യങ്ങളാണ്. രാജ്യത്തെ മൂലധന ശക്തികൾ ഇപ്പോൾ ഇവർ ഈ പറയുന്ന ഈ അദാനി ആയാലും അംബാനി ആയാലൊക്കെ പല പോളിസി മേക്ക് ചെയ്യുന്നതിലുമൊക്കെ നിർണായകമായിട്ടുള്ളൊരു ഘടകമായിട്ട് തീരുന്നുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. അതിപ്പം കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണെങ്കിലും അംബാനിയൊക്കെ ആയിട്ട് വലിയ ചങ്ങാത്തം തന്നെ അവരും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ മറന്നുകൊണ്ട് തന്നെ ഇപ്പം അംബാനിയും അദാനിയൊക്കെ കടന്നാക്രമിച്ചുകൊണ്ട് രാഹുൽ രംഗത്ത് വരുന്നതിനെ ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികൾക്ക് പോലും താല്പര്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇപ്പം ഒമർ അബ്ദുള്ളയെ പോലുള്ള നേതാവ് തന്നെ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു. അതായത് തോൽക്കുമ്പോൾ മാത്രം നിങ്ങൾ EVMനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? ജയിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടത്തൂ. അപ്പം അതിൻ്റെ ഇന്ത്യ സഖ്യം
വലിയൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവർ രൂപീകരിച്ചതെങ്കിലും അതിൻ്റെ രൂപീകരണ വേളയിൽ തന്നെ നിതീഷ് കുമാറിനെ പോലുള്ള പല നേതാക്കന്മാരും BJP-യിലേക്ക് പോകുന്നത് കണ്ടു. ആ സഖ്യകക്ഷിയെ രൂപീകരിക്കുന്നതിൽ പ്രധാന സ്ഥാനം വഹിച്ച ഒരാളാണ് നിതീഷ് കുമാർ. പിന്നീട് മമതാ ബാനർജി മത്സര രംഗത്ത് നിന്ന് സഖ്യവുമായി പിന്തിരിഞ്ഞു നിൽക്കുന്നതും നമ്മൾ കണ്ടു. അപ്പം ആ സഖ്യം ഒരു ഉടഞ്ഞ സഖ്യമായിട്ട് ഇപ്പോൾ തുടരുകയാണ്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഇത്തരം നിലപാടുകളാണ് അതിൻ്റെ കാരണം എന്ന് സംശയിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ ഒരു ആശയക്കുഴപ്പത്തിൽ പെട്ടുപോയിരിക്കുന്നൊരു പാർട്ടിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും അധികാരം മാത്രമാണ് അവരുടെ താല്പര്യം. എങ്ങനെയും ഒരു ആൾക്കൂട്ട വോട്ട് ബാങ്ക് ഉണ്ടാക്കുകയും അധികാരത്തിൽ വരിക എന്നുള്ള ഒരു താല്പര്യം മാത്രമാണ് അവർക്കുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ ഒരു കൃത്യമായ ഒരു നയമോ ഒരു കാഴ്ചപ്പാടോ ഒന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിലില്ല. അപ്പോൾ ഈ കോർപ്പറേറ്റുകളെ നേരത്തെ ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റുകളുമായിട്ടുള്ള അടുത്ത ബന്ധം ഉണ്ടാവുക അത്തരം ഒരു രാഷ്ട്രീയം വളർത്തിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവർ. പക്ഷേ പിന്നെ ഈ പറഞ്ഞ പോലുള്ള ഘടകകക്ഷികൾ അവരുടെ കൂടെ നിൽക്കുന്ന ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരുതരം വികസനത്തിന് ഈ കോർപ്പറേറ്റുകൾ ആവശ്യമാണെന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ട്. സ്വാഭാവികമായിട്ടും അതാത് സംസ്ഥാനങ്ങളുടെ വളർച്ച എന്നുള്ളതിലേക്ക് അവർ അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം പ്രാദേശിക പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ നിലനിൽക്കണം, ആ പ്രദേശത്ത് നിലനിൽക്കണം. അപ്പോൾ സ്വാഭാവികമായും ഈ വികസനം വരണമെന്നുണ്ടെങ്കിൽ ഈ കോർപ്പറേറ്റുകളുടെ താല്പര്യം അനുസരിച്ചുള്ള രാഷ്ട്രീയ നയം ഒക്കെയാണ് രൂപീകരിക്കപ്പെടേണ്ടതെന്നുള്ള ഒരു ബോധം അവർക്കുണ്ട്. കോൺഗ്രസ് ഈ പറഞ്ഞ പോലെ ഒരു ദേശീയ പാർട്ടിയാണെന്നുള്ളത് ഒരു ഊതി വീർപ്പിച്ച ബലൂൺ പോലെയാണ്. ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി എന്നൊന്നും ഇപ്പം കോൺഗ്രസിനെ പറ്റി പറയാൻ പറ്റത്തില്ല. പ്രാദേശിക പാർട്ടികളുടെ തണലിൽ അതിൻ്റെ താങ്ങിൽ നിൽക്കുന്ന ഒരു ഊതി വീർപ്പിച്ച ഒരു സംവിധാനം മാത്രമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. നിലവിലെ ഇന്ത്യയുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ പോലുള്ള ഒരു നേതാവ് ഈ രാജ്യം ഭരിക്കാനുണ്ട് എന്നുള്ളതാണ്. ജനങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്, തോന്നുന്നുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം ഒരു നേതാവ് ഉയർന്നു വരാത്തത് അതിനൊരു കാരണം കൂടിയാണ്. കഴിഞ്ഞ 2014 മുതൽ 2014 മുതൽ 2024 വരെയുള്ള ഒരു കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു വികസനത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായൊരു കാലമാണ്. പല സുപ്രധാനപ്പെട്ട നിയമങ്ങളും BJP-യുടെ ഭാഗത്തു നിന്ന് അവർ കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തെ വ്യക്തിപരമായിട്ട് ചേട്ടൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ BJP-യുടെ അജണ്ടയിലുണ്ടായിരുന്ന 4-5 കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രാമജന്മഭൂമി വിഷയം ഒരു പരിഹാരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 370 വിഷയം, മുത്തലാഖ് വിഷയം. പക്ഷേ അതിനൊക്കെ ഉപരി ഈ രാജ്യത്തിൻ്റെ സുരക്ഷ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്ത് വികസനമാണ് രാജ്യത്ത് നടന്നിട്ടുള്ളത് എന്നുള്ളത് ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർക്ക് വികസനം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കോവിഡിൻ്റെ കാലത്ത് എല്ലാ സംരംഭങ്ങളും അടച്ചുപൂട്ടിയ ഒരു കാലമാണ്. പക്ഷെ അപ്പോഴും വളർന്നുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇവിടുത്തെ കോർപ്പറേറ്റുകൾ, അല്ലെങ്കിൽ ഒരു ക്ലാസ് ഓഫ് പീപ്പിൾസ്. പക്ഷേ അന്നേരവും പിന്നെ കിലോമീറ്ററുകളോളം നടന്ന് സ്വന്തം ഗ്രാമങ്ങളിലേക്ക് പോകുന്ന വഴിക്ക് വീണ് മരിക്കുകയും ചെയ്തിട്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാർ ഈ രാജ്യത്തുണ്ട്. അപ്പം ഈ വളർച്ചാ വികസനം എന്നൊക്കെ പറയുന്നത് ആർക്കാണ് ഉണ്ടായിട്ടുള്ളത് ഈ 14 വർഷത്തിനുള്ളിൽ എന്നുള്ളത് നമ്മൾ വസ്തുതാപരമായിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യം. അങ്ങനെ നോക്കുമ്പം ഇന്ത്യൻ ഗ്രാമങ്ങളുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഇപ്പം നമുക്ക് ഗുജറാത്തിൽ പോലും ചെന്നാൽ ഇത് കാണാൻ കഴിയും. ഞാൻ ഗുജറാത്തിലൊക്കെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. ഈ പറയുന്ന പോലുള്ള ഒരുപാട് അനാഥരാക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്, മനസ്സിലായി. വളരെയധികം പാർശ്വവൽക്കരിക്കപ്പെട്ടു പോവുകയും ഒരു രീതിയിലും ആരും പരിഗണിക്കാതിരിക്കുകയും ചാനലുകൾ പോലും മറ്റു മാധ്യമങ്ങൾ പോലും പരിഗണിക്കാതെ ഇരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഭാഗം കൺസേൺ ആയിട്ടുള്ള ഒരു രാജ്യമല്ല ഇപ്പം ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളെക്കുറിച്ചും അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു മധ്യവർഗത്തെക്കുറിച്ചും അത്തരം മധ്യവർഗത്തെ സംരക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചും മാത്രമാണ്. ഈ 144 കോടി ജനങ്ങൾ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. ഇതിനകത്തൊരു നേരിയ വിഭാഗം മാത്രമാണ് ഈ പറഞ്ഞ സംരക്ഷണം, ഈ കോൺഫിഡൻസ്, താങ്കൾ പറഞ്ഞ ഈ കോൺഫിഡൻസ് ഉള്ള ആൾക്കാരായി മാറിയത്. ബാക്കി വരുന്ന ആൾക്കാരൊന്നും കോൺഫിഡൻസ് ഉള്ള ആൾക്കാരല്ല, അവർ കോൺഫിഡൻസ് നശിച്ച ആൾക്കാരായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതായത് രാജ്യത്തെ വലിയൊരു ശതമാനം
ദരിദ്ര രേഖയിൽ താമസിക്കുന്ന ജനങ്ങൾ, അല്ലെങ്കിൽ വലിയൊരു ശതമാനം ജനങ്ങൾ വോട്ട് കുത്തിയതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 3 തവണയായിട്ട് വീണ്ടും അധികാരത്തിലേക്ക് വന്നത്. അപ്പൊ അവർക്കിത് ഫീൽ ആവുന്നില്ലേ? അവരെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം ഒരു വലിയ വിഭാഗം ആൾക്കാർ പലപ്പോഴും അജ്ഞരാണ്. രാഷ്ട്രീയ വിദ്യാഭ്യാസം കിട്ടാത്ത ആൾക്കാരാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷവും. ഈ രാഷ്ട്രീയ വിദ്യാഭ്യാസം കിട്ടാത്ത ആൾക്കാരെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. പലതരത്തിലുള്ള തരംഗങ്ങളാണ് രാജ്യത്തുള്ളത്. ഈ തരംഗങ്ങളിലാണ് ചെന്ന് ഈയാമ്പാറ്റകളെ പോലെ ചെന്ന് വീഴുകയും വോട്ട് ചെയ്യുകയോ ചെയ്യുന്നത്. യാഥാർത്ഥ്യം അവിടെ അല്ല കിടക്കുന്നത്. യാഥാർത്ഥ്യം വളരെ പരിതാപകരം തന്നെയാണ്, യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ഇപ്പം ഈ വികസനം എന്ന് പറയുന്നത് ആരുടെ വികസനം എന്നുള്ളതാണ് ഏറ്റവും മൗലികമായ ഒരു വിഷയം. ആ വികസനം ഏത് തരത്തിലുള്ള വികസനമാണെന്നുള്ളത് അതിനോടനുബന്ധമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. രാജ്യത്തിന്റെ ഒരു സാമ്പത്തിക സ്ഥിതി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചിലപ്പോൾ കോർപ്പറേറ്റുകളുടെയൊക്കെ ആവശ്യം ഉണ്ടാവും. കാരണം ലോകരാജ്യങ്ങൾ തന്നെ ഇന്ന് വലിയ രീതിയിൽ മുന്നേറുന്നത് കോർപ്പറേറ്റുകളുടെ ഒരു പിന്തുണയോടുകൂടിയും അവർക്ക് അനുകൂലമായിട്ടുള്ള പോളിസികളൊക്കെ നിർമ്മിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യ പോലുള്ള ഒരു രാജ്യം തീർത്തും സോഷ്യലിസത്തിലേക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിലേക്കോ ഒന്നും പോകാൻ വേണ്ടി സാധിക്കില്ലല്ലോ. അല്ല, സാധിക്കില്ല എന്ന് നമ്മൾ അങ്ങനെ നിശ്ചയിക്കാൻ പാടില്ലല്ലോ. അപ്പം ഈ രാജ്യങ്ങൾ വികസിക്കുന്നു എന്ന് പറയുമ്പം ഇതെങ്ങോട്ടാണ് വികസിക്കുന്നത്? അതായത് വിഭവ ശേഷി ഈ ലോകത്തിൻ്റേത് കുറഞ്ഞു വരിക. അപ്പം ഈ സെമിറ്റിക് മതങ്ങളും അതുപോലെ തന്നെ മുതലാളിത്തവും പറയുന്ന പോലെ ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അവിടെ വരുന്നത്. ഇതെല്ലാം ഈ ഭൂമിയും ഈ വെള്ളവും ഈ മണ്ണും വിണ്ണും എല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ അഹന്ത എന്ന് പറയുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ ഭൂമിയുടെ അവകാശികൾ വേറെ ഒരുപാട് പേരുണ്ട്. അത്തരം കാര്യമാണ് യഥാർത്ഥത്തിൽ പ്രാചീന ഭാരതം അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു ദർശനം എന്ന് പറയുന്നത് ഈ സമഭാവനയായിരുന്നു. ആ സമഭാവനയാണോ ഈ വികസനം എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. ഇത് സർവനാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. കാരണം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഭൂമിയെ ഉപയോഗിക്കുന്നവർക്ക് ഇവിടെ നിലനിൽക്കാം, അടുത്ത തലമുറയെ സ്വീകരിക്കാനും കഴിയും, അവർക്കും ജീവിക്കാൻ പറ്റും. നേരെ മറിച്ച് എൻ്റെ ആവശ്യത്തിനപ്പുറത്ത് ആർഭാടങ്ങൾക്ക് വേണ്ടിയിട്ടും അനാവശ്യമായ. പക്ഷേ ചേട്ടാ, ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമഭാവനയും വളരെ നിഷ്കളങ്കവുമായിട്ട് നമ്മൾ രാഷ്ട്രീയത്തെയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെയൊക്കെ കാണാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഭാഗത്ത് മൂലക്ക് കൂടിയിരിക്കുന്നതാണ്. കാരണം എന്താണെന്നറിയോ? കാരണം നമ്മളുടെ അയൽരാജ്യങ്ങളോ മറ്റു രാജ്യങ്ങളൊക്കെ എങ്ങനെ അറ്റാക്ക് ചെയ്യാമെന്ന് നിരന്തരം ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളും മാറിത്തീരുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയും ചെയ്യുന്നത്. കാരണം നമുക്കും നിലനിൽക്കണം. കാരണം നമ്മുടെ അയൽരാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് അത്രയും ശക്തരാണ്. ആ ശക്തിക്കൊത്ത് അവർക്കൊപ്പം ഉയരുക എന്നൊരു കാര്യമാണ് ഇന്ത്യയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2014 ശേഷം അത് വളരെ ശക്തമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു പ്രാക്ടിക്കൽ ബുദ്ധിയാണ് സർക്കാർ നടത്തിയത്. അപ്പോൾ അതിനെ നമുക്ക് സമഭാവനയൊക്കെ വേണമെന്ന് പറഞ്ഞു. അല്ല, സമഭാവന എന്നുള്ളതിനെ ലളിതമായിട്ടും നിഷ്കളങ്കമായിട്ടും കാണേണ്ട കാര്യമില്ല. സമഭാവന എന്ന് പറയുന്നത് ഒരു ശേഷിയാണ്. അതൊരു ശേഷിയാണ്. ഒരു രാജ്യത്തിൻ്റെ സമഭാവന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ശേഷിയാണ്. ജനങ്ങൾ ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ ആ രാജ്യത്തിന് വലിയ ശക്തി ഉണ്ടാകുകയാണ്. ഇപ്പോൾ ചൈനയെ പോലുള്ള ഒരു രാജ്യം ഇന്ന് കാണുന്ന തരത്തിലേക്ക് മാറിയതിൻ്റെ പിന്നിൽ ഈ പറഞ്ഞ ഒരു വലിയ ജനകീയത എൻ്റെ പിന്നിലുണ്ട്. ഇന്നിപ്പം നമുക്ക് അവരുടെ വികസനത്തോട് യോജിപ്പില്ലെങ്കിൽ പോലും തൊഴിലാളികൾ തന്നെ വലിയ രീതിയിൽ ചൂഷണത്തിന് വിധേയമാവുകയാണെന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. അതെ, അങ്ങനെ വരും. കാരണം അത് മുതലാളിത്ത വികസനമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുകയും തൊഴിലാളികളെ ആവശ്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യും. മനുഷ്യന് തൊഴിലില്ലാത്തൊരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. ഇതെല്ലാം സമീപകാലത്ത് തന്നെ സംഭവിക്കാനിടയുള്ള ഒരു കാര്യം. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു സ്വത്വത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ ജനതയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉള്ള ഒരു വികസന കാഴ്ചപ്പാട് അത് തീർച്ചയായിട്ടും സോഷ്യലിസം തന്നെയാണ്. സോഷ്യലിസം മാത്രമേ ഉള്ളൂ ഇതിന് ബദൽ എന്ന് പറയുന്നത്. അല്ലാതെ വേറൊന്നും ഇതിന് ബദലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.